എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വിനീത് നല്ല ചീത്ത വിളിക്കുന്നുണ്ട് കാവേരിയേനെ. ഇത് കേട്ടുകൊണ്ടാണ് നെവിൻ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് തന്നെ. അപ്പോൾ വണ്ടി കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും വെട്ടമടിക്കുമല്ലോ അവരുടെ മുഖത്ത്. അതുപോലെ ഗംഗയും വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് വരുന്നു. ഈ വെട്ടത്തിൽ പരസ്പരം കാണുന്നുണ്ട് നിവിനും കാവേരിയും. അന്നേരം ആകെ ടെൻഷനിലാവുന്നു നിവിൻ. വിനീതിനോട് പറയുന്നുണ്ട്, നീ മിണ്ടാതിരിക്കുക, ഈ നിൽക്കുന്ന ആരാന്ന് എനിക്ക് മനസ്സിലായില്ലേ, ഇതേ കാവേരിയും ഗംഗയാണോ എന്ന് പറയുമ്പോൾ, കാവേരിയും ഗംഗയാണോ, ഇതുപോലെ രണ്ടുപേരും എൻ്റെ വീട്ടിലും ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ, നീ എന്നത് ഈ പറയുന്നേ, നീ ഒന്ന് കണ്ണു തുറന്ന് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഇത് കേട്ട് നിൽക്കുന്ന കാവേരിക്ക് ദേഷ്യം വരും. അന്നേരം കാവേരി ചോദിക്കുന്നുണ്ട്, വിനീതേട്ടൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന്. അന്നേരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞിങ്ങനെ പൂസായി നിൽക്കുവാണല്ലോ. അന്നേരം നിവിൻ പറയും, അതെ ശകലം കഴിച്ചു എന്ന്. അന്നേരം നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് വിനീതേട്ടനെ കുടിപ്പിച്ചത്. വിനീതേട്ടനെ ഇതുവരെ മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇനി വീട്ടിലേക്ക് വന്ന് കയറിയ ബന്ധുവിനെ കുടിപ്പിച്ച് ഒരു ലെവലാക്കി വീട്ടിലോട്ട് എന്നും വന്ന് കയറാമെന്ന് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ അടിച്ചതിൻ്റെ അത് കയറിയേക്കരുത് എന്നൊക്കെ പറഞ്ഞ് കാവേരി നിവിനെ ചീത്ത പറയുവേ. അന്നേരം ആകെ വിഷമാകും നിവിന്. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, എക്സ്പ്ലെയിൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിവിൻ പറയാൻ തുടങ്ങുമ്പം, മിണ്ടരുത് ഇവിടുന്ന് പൊയ്ക്കോണോ എന്ന് പറയുവാണ്. അങ്ങനെ നിവിൻ ആകെ വിഷമിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോവുക. അന്നേരം ഗംഗ ചോദിക്കുന്നുണ്ട്, എടി ഇത്തിരി കൂടി പോയില്ലേ എന്ന്. അന്നേരം ഒട്ടും കൂടി പോയിട്ടില്ല, ഇത്ര തന്നെ വേണമായിരുന്നു എന്ന് കാവേരി പറയുന്നു. എന്നിട്ട് അവർ രണ്ടുപേരൂടെ ഒരുവിധം വിനീതിനെ വീട്ടിലോട്ട് എത്തിക്കുവാണ്. വീട്ടിൽ ചെന്ന് കഴിയുമ്പം ഭയങ്കര പൂസായതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഇരുത്തി തലയിൽ 2 ബക്കറ്റ് വെള്ളമൊക്കെ കോരി ഒഴിച്ചിട്ടാണ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. എല്ലാവരും കൂടെ പിടിച്ചുകൊണ്ട് കട്ടിലേക്ക് കിടത്തുന്നു. കട്ടിലേക്ക് കിടക്കേണ്ട താമസം 2 കൂർക്കം വലിയൊക്കെ കഴിഞ്ഞ് അങ്ങ് ഉറങ്ങിപ്പോവാണ്. അന്നേരം ഇത് കണ്ടിട്ട് ശാരദ ചോദിക്കും, ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ എന്ന്. അന്നേരം രാധമ്മ പറയും, ഉറങ്ങിയെന്നാണ് തോന്നുന്നത്, ഇനിയിപ്പം ഇന്ന് അവനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, നമുക്ക് നാളെ നോക്കാം, നമുക്ക് പോയി കിടക്കാം എന്ന് പറഞ്ഞാൽ എല്ലാവരും പോവുകയാണ്. അന്നേരം നിളമോള് ഗംഗേനും വിളിക്കും, ഗംഗേച്ചി എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഗംഗേച്ചിയും വാ എന്ന് പറയുവാണ്. അന്നേരം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശാരദയും പറയും, നീ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത്, നീയും വാ എന്ന് പറയുമ്പം ഗംഗ ശാരദയോട് പറയുവാണ്, അതെ മദ്യപിച്ച ഭർത്താവിനെ റൂമിൽ കൊണ്ട് കിടത്തിയാൽ മാത്രം പോരല്ലോ, ബാക്കി കുറേ പരിചരണം കൂടിയില്ലേ, അതും ഞാൻ തന്നെ ചെയ്യണ്ടേ, അതല്ലേ ഒരു യഥാർത്ഥ ഭാര്യ ചെയ്യേണ്ടത്, അങ്ങനെയല്ലേ, അമ്മയ്ക്ക് ഇതൊന്നും പരിചയം കാണില്ല, കാരണം അച്ഛൻ മദ്യപിച്ച് വന്ന അമ്മ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഏതായാലും ആ ഭാര്യയുടെ കടമ ഞാനങ്ങ് നിർവഹിക്കട്ടെ അമ്മ പോയി കിടക്കുക എന്ന് പറയുവാണ്. ആ ഒരു പറച്ചിലിൽ ശാരദയ്ക്കിട്ട് നന്നായിട്ട് കുത്തുന്നതായിട്ട് ശാരദയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മുഖം ഒന്ന് മങ്ങി പോകുന്നുണ്ട്. ഏതായാലും വിനീതിൻ്റെ കൂടെ ആ റൂമിൽ തന്നെയാണ് ഗംഗ കിടക്കുന്നത്. ഈ സമയം നിവിനെയും കാത്ത് രാജലക്ഷ്മി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ജയപാൽ പറഞ്ഞായിരുന്നു ഭൂമി പൂജയുടെ കാര്യം, അത് നിവിനോട് പറയാൻ വേണ്ടിയാണ് രാജലക്ഷ്മി വെയിറ്റ് ചെയ്യുന്നത്. ആ സമയം അങ്ങോട്ട് നിവിൻ വരുമ്പം നല്ല പൂസായതുകൊണ്ട് തന്നെ വണ്ടി ഒന്ന് സ്റ്റാൻഡിൽ വെക്കാൻ പോലും പറ്റുന്നില്ല. അന്തേക്കും അസി ഇറങ്ങി വന്നിട്ട് ഇത് എന്നതാടാ എന്ന് ചോദിച്ച് വണ്ടി സ്റ്റാൻഡിൽ വെക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് പിടിച്ചെടുക്കും. എന്നിട്ട് നീ മദ്യപിച്ചോ, നീ എന്തിനാ ഇന്ന് മദ്യപിക്കാൻ പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ശകലയെ കഴിച്ചോളൂ, ഇന്ന് വിനീതിൻ്റെ വിവാഹം കഴിഞ്ഞതിൻ്റെ പാർട്ടിയായിരുന്നു, അവിടുന്ന് ശകലം കഴിച്ചോളൂ, 2 ബീർ എന്ന് പറയുമ്പോൾ ഇത് 2 ബീറല്ലല്ലോ, അതിൽ കൂടുതൽ കഴിച്ചല്ലോ എന്ന് പറയും. അന്നേരം നിവിൻ പറയുവാണ്, ഞാനേ ഇതെല്ലാം കഴിഞ്ഞ് അവനെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയി കാവേരിയുടെ വീട്ടിലോട്ട്. അവിടെ ചെന്ന് എൻ്റെ മാനം പോയി. അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്ക് അത് ഒന്ന് ലെവലാക്കാൻ വേണ്ടി ഞാൻ ബാർ കയറി 2 എണ്ണോടെ കഴിച്ചു എന്ന് പറയും. അന്നേരം അസി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നീ ലെവലല്ലല്ലോ വന്നേക്കുന്നത്, കാലം നിൽക്കാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ശകലേ കഴിച്ചുള്ളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അന്നേരം അസി പറയുക, എങ്കിൽ നീ അകത്തോട്ട് കയറി ചെല്ലേ, നിൻ്റെ അമ്മ നിന്നെ കാണാൻ വേണ്ടി അവിടെ കാത്തു നിൽപ്പുണ്ട് എന്ന്. അന്നേരം അയ്യോ അമ്മ കാണാൻ നിൽപ്പുണ്ടോ, എങ്കിൽ ഞാനൊന്ന് മിടുക്കനായിട്ട് പോയേക്കാം എന്ന് പറഞ്ഞ് തലമുടിയൊക്കെ ഒന്ന് നേരെയാക്കി ഷർട്ടൊക്കെ ഒന്ന് നേരെ ഇട്ടിട്ട് അങ്ങ് പോകാൻ തുടങ്ങുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാണ് പോകുന്നത്. ഇതകത്ത് നിന്ന് രാജലക്ഷ്മി കാണുന്നുണ്ടായിരുന്നു. ഈ രീതിയിൽ നിവിനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് രാജലക്ഷ്മി അവിടെ നിന്ന് മാറുന്നു. അന്നേരം അവിടെ ചെന്നിട്ട് രാജലക്ഷ്മി കാണാതെയാകുമ്പം, അമ്മയില്ലേ, ഏതായാലും രക്ഷപ്പെട്ടു, ഞാൻ ഇനി പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്, ഇനി അമ്മ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നതേ കിടന്ന് ഉറങ്ങിയെന്ന് നീ അങ്ങ് പറഞ്ഞേക്കണം എന്നൊക്കെ അസിയോട് പറഞ്ഞിട്ട് നിവിൻ ഉറങ്ങാനായിട്ട് പോകും. നിവിൻ പോയി കഴിയുമ്പം അസിയുടെ അടുത്തേക്ക് രാജലക്ഷ്മി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവൻ മദ്യപിക്കുന്ന കാര്യം നിനക്ക് അറിയാമായിരുന്നോ എന്ന്. അന്നേരം അങ്ങനെ ഒരുപാടൊന്നുമില്ല, വല്ലപ്പോഴും ബീറേ കഴിക്കാറുള്ളൂ എന്ന് പറയുമ്പം, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലേ, ഏതായാലും കാവേരി ഇത് മനഃപൂർവ്വം ചെയ്തതാണ്, എന്നെയും എൻ്റെ മകനെയും ഇട്ട് തട്ടിക്കളിക്കാൻ വേണ്ടി, ഇതിനുള്ളത് അവൾക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് രാജലക്ഷ്മി അകത്തേക്ക് പോകുന്നത്. പിന്നീട് വിനീതിനെ കാണിക്കുകയാണ്. നേരം വെളുത്തു, ആശാൻ കണ്ണു തുറന്നിട്ട് തലേദിവസം നടന്നു നോക്കിയൊന്ന് ആലോചിക്കുകയാണ്. അവിടെ
കടയിലിരുന്ന് മദ്യപിച്ചതും ഇറങ്ങിപ്പോകുന്നതും ഒക്കെ ഓർമ്മയുള്ളൂ. ബാക്കി നമ്മുടെ ഗംഗേനെയും കാവേരിയും കണ്ടതിന് ശേഷമുള്ളതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് പയ്യെ അങ്ങ് എഴുന്നേക്കും. എന്നിട്ട് കൈയൊക്കെ ഒന്ന് നിവർത്തി ആ ക്ഷീണം ഒന്ന് മാറ്റുമ്പോഴാണ് ആശാൻ അറിയുന്നത് ദേഹത്ത് ഒരു തുള്ളി ഡ്രസ്സ് പോലും ഇല്ല എന്ന്. ആകെ നാണക്കേടായല്ലോ എന്ന് ഓർത്ത് ആ ബെഡ്ഷീറ്റൊക്കെ എടുത്തൊന്ന് പൊതിച്ചിരിക്കുമ്പോഴാണ് റൂമിലേക്ക് ഒരു ഗ്ലാസിൻ്റെ അകത്ത് മോരുമായിട്ട് ഗംഗ വരുന്നത്. അന്നേരം ഇത് കുടിക്കാൻ കൊടുക്കുമ്പം ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വേണ്ട അവിടെ വെച്ചിട്ട് വെക്കും, ഞാൻ കുടിച്ചോളാം എന്നൊക്കെ പറയും. പക്ഷേ ഗംഗ സമ്മതിക്കത്തില്ല. ഇത് കുടിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയുവാണ്. അന്നേരം ബെഡ്ഷീറ്റിൻ്റെ അടിയിൽക്കൂടെ കൈ കൊണ്ടുവന്ന് ആ ഗ്ലാസ് അങ്ങ് മേടിച്ച് കുടിക്കുക. അന്നേരം ഇതെന്താ എന്ന് ചോദിക്കുമ്പം ഇന്നലെ കുടിച്ച സാധനമല്ല, ആ കെട്ടിറങ്ങാൻ ഇത് നല്ലതാണെന്ന് രാധമ്മ പറഞ്ഞു, അതുകൊണ്ടാണ് ഇത് കൊണ്ട് തന്നത് എന്ന് പറയും. അന്നേരം ഞാൻ അറിയാതെ എന്ന് പറഞ്ഞിങ്ങനെ പറയാൻ തുടങ്ങുമ്പം ഞാൻ വിശദീകരണം ഒന്നും ചോദിച്ചില്ല, കുടിച്ചിട്ട് ഗ്ലാസ് ഇങ്ങ് താ എന്ന് പറയും. അന്നേരം ഗംഗ പൊക്കോ ഞാൻ കുടിച്ചോളാം എന്ന് പറയുവാണ്. അന്നേരം പറ്റില്ല, കുടിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ് ഗംഗ അവിടെ ഇരിക്കുന്നു. വേറെ നിവൃത്തിയില്ലാതെ അത് കുടിച്ചിട്ട് ഗ്ലാസ് അങ്ങ് കൊടുക്കും. അന്നേരം പനിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഗംഗ ഇതിനിടയ്ക്ക്. അന്നേരം ഇല്ല, പനിയൊന്നും ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. അന്നേരം ഗംഗ ബാക്കി പറയുവാണ്, ഇന്നലെ വന്നപ്പോഴേ ഒന്ന് കുളിച്ചായിരുന്നു, അതുകൊണ്ടാണ് പനിയുണ്ടോ എന്ന് ചോദിച്ചത് എന്ന് പറയും. അന്നേരം ഇങ്ങനെ ആകെ നാണം കെട്ടിരിക്കുമല്ലേ വിനീത്. എന്നിട്ട് പറയുവാണ്, കുളിച്ചതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ നനഞ്ഞു, ആ ഡ്രസ്സ് കഴുകാൻ വേണ്ടി ഊരി ഞാൻ ബാത്റൂമിൽ ഇട്ടിട്ടുണ്ട്, ഇനി ഏതായാലും കുളിച്ച് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറാം, അല്ലാതെ ബെഡ്ഷീറ്റിൻ്റെ അകത്ത് ഇന്ന് മൊത്തം ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഗംഗ അങ്ങ് പോവും. പോയി കഴിയുമ്പം വിനീത് ഇങ്ങനെ ആലോചിക്കുക, അപ്പോൾ ഇന്നലെ കുളിച്ചു എന്നിട്ട് ഡ്രസ്സ് ഊരി ബാത്റൂമിലിട്ടു, അപ്പോൾ അതൊക്കെ ചെയ്തത് ആരാ? ഗംഗയാണോ? നാണക്കേടായല്ലോ എന്നോർത്ത് ആകെ വിഷമിച്ചിരിക്കുവാണ് വിനീത്. പിന്നെ നിവിനെ കാണിക്കുന്നു. നിവിൻ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പം ബെഡിൽ ഇഷ്ടംപോലെ മദ്യം പല ബ്രാൻഡിൻ്റെ കൊണ്ടുവച്ചേക്കുന്നു. അത് നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പം അങ്ങോട്ടേക്ക് രാജലക്ഷ്മി വരും. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ബ്രാൻഡ് ഏതാണ് എന്ന് അറിയത്തില്ല, ഇതെല്ലാം ഇന്ത്യനാണ്, ഇനി ഫോറിൻ വേണമെങ്കിൽ അതും കൊണ്ടുതരാം, നിനക്കിഷ്ടമുള്ളത് ഇവിടെ ഇരുന്ന് കഴിക്കാം, അല്ലാതെ പുറത്തു പോയി മനുഷ്യനെ നാണം കെടുത്താൻ സമ്മതിക്കത്തില്ല എന്ന് പറയും. അന്നേരം നിവിൻ എക്സ്ക്യൂസ് പറയാൻ തുടങ്ങുന്നതേക്കും രാജലക്ഷ്മി പറയും, എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട, ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് എല്ലാവരും കഴിച്ചു തുടങ്ങുന്നത്, പിന്നീട് ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വീണ്ടും വീണ്ടും കുടിക്കേണ്ടതായി വരും, ആ ശീലം ഇവിടെ നടക്കുകയില്ല, അതുകൊണ്ട് നിനക്ക് കഴിക്കണമെങ്കിൽ ദേ ഇവിടെ ഇരുന്ന് കഴിച്ചോ, ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വേണ്ടത് എന്താണ് എന്ന് എനിക്കറിയത്തില്ല, അത് റെസ്റ്റോറൻറ്റിൽ പറഞ്ഞാൽ മതി, അവർ കൊണ്ടുതരും എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പം വീണ്ടും വിഷമത്തോടെ നിവിൻ അമ്മേ എന്ന് വിളിക്കും. അന്നേരം രാജലക്ഷ്മി ഇത്രയും കൂടെ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ മദ്യത്തിനെതിരെ പൊരുതുന്ന ഒരാളാണ്, പുറത്തിറങ്ങി മദ്യപിച്ച് അദ്ദേഹത്തെ നാണം കെടുത്തരുത് എന്ന്. ഇത്രയും പറഞ്ഞിട്ടാണ് രാജലക്ഷ്മി അങ്ങ് പോകുന്നത്. ആകെ വിഷമമായി നിവിന്, ആകെ സങ്കടപ്പെട്ട് കട്ടിലിൽ ഇരിക്കുന്നുണ്ട്. ഈ സമയം വിനീതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ശാരദയും രാധമ്മയും എല്ലാവരും കൂടി. ഇത് വിനീതിനോട് ചോദിക്കണം എന്ന് ശാരദ പറയുമ്പം രാധമ്മ പറയുന്നുണ്ട്, ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ഒന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഒരു ബഹളം വെച്ച് അത് അവിടെ അങ്ങ് തീരും, പിന്നെ ഏതായാലും നാണം കിട്ടും, ഇനി കുടിച്ചാൽ എന്താണ് കുഴപ്പം എന്നൊരു രീതിയായിരിക്കും അവർക്ക്. പിന്നെ കുടിക്കുന്നതിന് അത്രയ്ക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല, എൻ്റെ ഭർത്താവും കുടിക്കുമായിരുന്നു, പക്ഷേ അത് ഞാനും അദ്ദേഹവും മാത്രം അറിയുന്ന ഒരു കാര്യമായിരുന്നു, സ്നേഹത്തോടെ ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചെടുത്ത ഒരു ഡീലിൻ്റെ പുറത്താണ് കഴിച്ചുകൊണ്ടിരുന്നത്, അതിനെ ചോദ്യം ചെയ്യാൻ പുറത്തുനിന്ന് ആരെയും ഞാൻ പോലും അനുവദിച്ചിരുന്നില്ല. ശരിക്കും ഭാര്യയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ ഒരു മദ്യപാനം നിർത്താനും വരച്ചവരെ നിർത്താനും ഭാര്യയെ കൊണ്ട് പറ്റും, പുറത്തുനിന്നുള്ള ആരും അതിൽ ഇടപെടണ്ട എന്ന് രാധമ്മ പറയും. ഇത് കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു ഗംഗ. അന്നേരം ഗംഗ അടുക്കളയിൽ നിന്ന് അങ്ങ് പോവുകയെ. അന്നേരം രാധമ്മ ശാരദയോട് ചോദിക്കുന്നുണ്ട്, അവൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന്. അന്നേരം ഇല്ലമ്മ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പം വിനീതിനോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം അതും അറിയത്തില്ല എന്ന് പറയും. ഇവരാകെ കൺഫ്യൂഷൻ ഇങ്ങനെ ഇരിക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ നീളയോട് പറഞ്ഞ് നീളയെ കൊണ്ട് ഇടിയിക്കുന്നുണ്ട് വിനീതിനെ. അതുപോലെ നീളമോളുടെ തലയെ തൊട്ട് സത്യം ചെയ്യുവാണ് വിനീത്, നീളമോളാണ് സത്യം, ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കില്ല എന്ന്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വാതക്കൽ നിൽക്കുന്ന ഗംഗയും കാണിക്കുന്നുണ്ട്. അതുപോലെ ഭൂമി പൂജയുടെ കാര്യമൊക്കെ രാജലക്ഷ്മി നിവിനോട് പറഞ്ഞായിരുന്നു. അവിടെ പോയി സ്ഥലം കാണുമ്പം നിവിൻ ചോദിക്കുന്നുണ്ട്, അങ്കിൾ ഇത് ഈ ഇടയ്ക്ക് മേടിച്ചതാണ് എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഈ ഇടയ്ക്കല്ലായിരുന്നോ അവിടെ കാവേരിയുടെയൊക്കെ വീടിൻ്റെ ജപ്തി എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് കിളിക്കിളി ചോദിക്കുന്നുണ്ട്. ഏതായാലും ഈ സംഭവം അറിഞ്ഞതിന് ശേഷം നിവിൻ കാവേരിയെ വിളിക്കുന്നുണ്ട്. കാവേരിക്ക് വേറെ പലതും മനസ്സിലുള്ളതുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല, പക്ഷെ വൈകിട്ട് വരെ വിളിക്കും. വൈകിട്ട് കാവേരി ഫോൺ എടുക്കും. അന്നേരം ദേഷ്യപ്പെട്ട് നിവിൻ പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛനെ പറ്റി ഒരു വിവരം അറിഞ്ഞത് അങ്ങ് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം വിളിച്ചുകൊണ്ടിരുന്നത്, അത് കേൾക്കാൻ കാവേരിക്ക് താല്പര്യമില്ല എങ്കിൽ ഫോൺ ഇനി എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നു. അന്നേരം ആകെ വിഷമത്തോടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന കാവേരി കാണിക്കുന്നുണ്ട്. ഏതായാലും ജയപാലിൻ്റെ ഈ കള്ളത്തരം അവർ കുത്തിപ്പോക്കും.